ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ്. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനും തലയിലുണ്ടാകുന്ന ചൊറിച്ചിലുകൾ, താരൻ, അതുപോലെ തന്നെ അകാല നര എന്നിവ മാറ്റാനായിട്ട് കറിവേപ്പില നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഹെയറിൻ്റെ ടെക്സ്ചറും ലെങ്ത്തും അനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 5 തണ്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒരു കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുക. യൂസേജ് ഫ്രണ്ട്ലിക്ക് വേണ്ടിയാണ് ഞാനത് ചതച്ചെടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുള്ളത് കൊണ്ടാണ് ഞാൻ കല്ലിലിട്ട് ചതക്കുന്നത് കേട്ടോ. അല്ലാതാണെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കേണ്ടി വരും. മിക്സിയിലാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. ഇതാകുമ്പോൾ വിത്തൗട്ട് വാട്ടർ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് കറക്കിയെടുക്കുക, നന്നായിട്ട് ഒന്ന് ഒതുങ്ങി കിട്ടുക. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അതും നാടൻ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെൽത്താക്കും നമ്മുടെ മുടീനെ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഒന്ന് ഞെരടി കൊടുക്കുക. ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയും നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ, നല്ല അതിൻ്റെ ഗുണങ്ങൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ കുറച്ചൊരു 3-4 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെരടി കൊടുത്താൽ മതി. നമുക്കിത് ദിവസവും യൂസ് ചെയ്യണമെങ്കിൽ ദിവസം തല വാഷ് ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല കേട്ടോ, യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ലാന്നാണെങ്കിൽ ഇപ്പോൾ ഡെയിലി തല നനയ്ക്കാത്ത ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഞെരടിയതിന് ശേഷം നമുക്കിത് ഡബിൾ ബോയിലിംഗ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഇത് വെക്കുക. ഒരു 5 to 8 മിനിറ്റ്സൊക്കെ മതി കേട്ടോ ഇത് ചൂടാവാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളർ ചേഞ്ച് വരും. ഈ ഓയിലിനൊരു ഗ്രീൻ ലൈറ്റ് യെല്ലോ ഷെയ്ഡായിരിക്കും വരുന്നത്. ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതിപ്പോൾ റീസെൻ്റ്ലി PCOD ഒക്കെ എനിക്ക് ഫൈൻഡ് ചെയ്തത് കൊണ്ട് മുടി ഒരുപാട് ഹെയർ ഫോൾ ആവുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട് മുടി. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ഒരു 2 വീക്ക് യൂസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മുടി പോകുന്നതിൻ്റെ ഇത് കുറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുന്നത്. പറ്റുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഈ മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. ഇനി ചെറിയ റെമഡീസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ 3 ടൈംസ് യൂസ് ചെയ്യാം. താളി യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അല്ലെന്നാണെങ്കിൽ മൈൽഡ് ഷാമ്പൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.